പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുകയും നമ്മളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവവചനത്തിൻ്റെ കവാടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുക. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 9-ാം തിരുവചനം പറയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയുടെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക. ജീവിത വിജയത്തിനും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും ദൈവം വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം വിജയിക്കേണ്ടതിന് ഈ ഉടമ്പടിയുടെ വചനങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ തേടിയെത്തുന്ന സമയം. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചനം പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് പള്ളിക്കുന്ന് ലൂർദ് തീർത്ഥാടന പള്ളി വികാരി ഡോക്ടർ അലോഷ്യസ് കുളങ്ങര അച്ഛനാണ്. വചനവേദിയിൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരാത്മീയ വ്യക്തിത്വമാണ്. കേരള കത്തോലിക്ക കേരള ലത്തീൻ സഭ വചന പ്രഘോഷണ കമ്മീഷൻ സെക്രട്ടറി, പൊന്തിഫിക്കൽ മിഷൻ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ എന്നീ നിലകളിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ കരിസ്മാറ്റിക് നവീകരണത്തിൽ ഡോക്ടറേറ്റ് എടുത്ത് പ്രത്യേകമായിട്ടുള്ള ഡെലിവറൻസ് പവറിലൂടെ ദൈവജനത്തെ വിടുവിക്കുന്ന അത്ഭുതകരമായ ഒരു ശുശ്രൂഷ അച്ഛനിലൂടെ പരിശുദ്ധാത്മാവ് മനോഹരമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ സഭാമക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ അതിർത്തികളോളം ദൈവവചനം പ്രഘോഷിക്കുവാൻ അതിശക്തമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അച്ഛൻ അതിശക്തമായ രീതിയിൽ ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. നമുക്ക് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ അച്ഛനെ ഈ വചനവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. യേശുവേ നന്ദി. ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ തലയിൽ വെച്ച് പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ നെഞ്ചത്ത് വെച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു അവരെ ഓർത്ത് അവരെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഈശോയെ, ഈ രാത്രിയിൽ ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് ഞങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോയെ, അവിടുന്നാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ലോകമറിയാൻ ഈ രാത്രിയില് അത്ഭുതങ്ങൾ നടക്കട്ടെ. ഈ രാത്രിയില് അടയാളങ്ങൾ ലഭിക്കട്ടെ. എന്റെ കർത്താവേ, ഈശോയെ എന്ന് വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേലുള്ള, ഞങ്ങളുടെ ശരീരത്തിന്റെ മേലുള്ള, ഞങ്ങളുടെ ആത്മാവിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളെയും, എല്ലാ തിന്മകളെയും, എല്ലാ തടസ്സങ്ങളെയും ഈശോയെ എടുത്തു മാറ്റണമേ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് ഹൃദയം തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവമേ, ഞങ്ങളുടെ മുൻപില്, ഞങ്ങളുടെ കുടുംബത്തിന്റെ മുൻപില് ഇന്ന് സ്വർഗം തുറക്കപ്പെടട്ടെ. ഇന്ന് സ്വർഗം തുറക്കപ്പെടട്ടെ. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഞങ്ങളുടെ ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും ഈ ലോകത്തെ ഡോക്ടർമാർക്ക് പരിഹരിക്കാനാവാത്ത
എല്ലാ രോഗപീഠകളെയും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ട് ഞങ്ങൾ ബന്ധിക്കുന്നു, ഞങ്ങൾ ശാസിക്കുന്നു, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. രോഗാണുക്കളെ, രോഗാണുക്കളെ, രോഗപീഠകളെ യേശുനാമത്തില് നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞങ്ങളെ വിട്ടുപോകാം, ഞങ്ങളുടെ കുടുംബത്തെ വിട്ടുപോകാം. യേശുനാമത്തില് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഈ രാത്രിയില് ഉണർന്നിരുന്ന് ആഗോള സഭയോട് ചേർന്ന് ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് ഞങ്ങളുടെ മെത്രാന്മാരോട് ചേർന്ന് ഞങ്ങളുടെ വൈദികരോട് ചേർന്ന് ഞങ്ങളുടെ സന്യസ്തരോട് ചേർന്ന് ഷാലോം ടിവിയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ, പെന്തക്കോസ്തയുടെ ആത്മാവിനെ, ഉദ്ധിതനായ യേശുവിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ വീടിന്റെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങളുടെ തൊഴിലിന്റെ മേൽ വർഷിക്കണമേ. ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ പറമ്പ്, ഞങ്ങളുടെ പറമ്പ്, അതിന്റെ 4 അതിരുകള്, 16 കോണുകള് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ, നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ ഭവനത്തിന്റെ മേല് വന്നിറങ്ങുമ്പോൾ അത്യുന്നതന്റെ ശക്തി, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വന്നിറങ്ങുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, കൂടോത്രങ്ങൾ ബന്ധിക്കപ്പെടും, ആഭിചാരങ്ങൾ ശാസിക്കപ്പെടും, സർപ്പദോഷങ്ങൾ വിട്ടുമാറും, കൈവശദോഷങ്ങൾ വിട്ടുമാറും, അന്ധകാര ശക്തികൾ വിട്ടുമാറും. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തില് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഈ അത്ഭുതം നടക്കട്ടെ. അന്ധകാര ശക്തികളെ, സാത്താൻ കോട്ടകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, കടബാധ്യതകളെ, കല്യാണ തടസ്സങ്ങളെ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളെ, ജോലിയില്ലാത്ത അവസ്ഥകളെ, പരീക്ഷകളുടെ വിജയങ്ങളിലുള്ള ബന്ധനങ്ങളെ യേശുനാമത്തില് നിങ്ങളെ ശാസിക്കുന്നു. ഈ അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തോട്, കൃപകളോട്, കൃപകളോട് ചേർന്ന് നിന്ന് ഈ തിന്മകളെ ഞങ്ങൾ ബന്ധിക്കുന്നു. ഈശോയെ, പരിശുദ്ധ കുർബാനയുടെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരട്ടെ. വിട്ടുമാറാത്ത തലവേദനകളെ ബന്ധിക്കുന്നു, ഉറക്കമില്ലായ്മകളെ ശാസിക്കുന്നു, കടബാധ്യതകളെ ബന്ധിക്കുന്നു, കച്ചവട തടസ്സങ്ങളെ ശാസിക്കുന്നു, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളെ ബന്ധിക്കുന്നു, കല്യാണ തടസ്സങ്ങളെ ശാസിക്കുന്നു. യേശുനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ, കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ എല്ലാ തിന്മകളെ ബന്ധിക്കുന്നു, എല്ലാ നെഗറ്റീവ് എനർജികളെ ശാസിക്കുന്നു. അകാരണ ഭയങ്ങൾ വിട്ടുമാറട്ടെ. കലഹത്തിന്റെ ദുരാത്മാക്കളെ ശാസിക്കുന്നു, വെറുപ്പിന്റെ ദുരാത്മാക്കളെ ശാസിക്കുന്നു,
ദുരാത്മാക്കളെ ശാസിക്കുന്നു. ആത്മഹത്യയുടെ ദുരാത്മാക്കളെ ശാസിക്കുന്നു. ആത്മഹത്യയുടെ ദുരാത്മാക്കളെ ശാസിക്കുന്നു. ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരുന്നു കൊണ്ട് തന്നെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് അച്ഛനോട് ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 റിയാ, 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 റിയാ. ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ മക്കളെ. ശാലോം ശുശ്രൂഷയോടെ ചേർന്ന് എല്ലാവരും ഭവനങ്ങളിലൊക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിലേക്ക് നോക്കി എല്ലാവരും സ്തുതിക്കട്ടെ. കെട്ടുകളെല്ലാം പൊട്ടട്ടെ, തിന്മകളെല്ലാം ബന്ധിക്കപ്പെടട്ടെ, സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ, ക്യാൻസർ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, തിന്മകൾ ഒഴിഞ്ഞു പോകട്ടെ. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ചോ. ഭാവ 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 ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അത്ഭുത ശക്തി ഭാവ, അത്ഭുത ശക്തി ഈശോ, അത്ഭുത ഭാവ ഈശോ. ഭാവ ഭാവ ഭാവ. ബന്ധനമെല്ലാം തകരട്ടെ, ആമേൻ. കോട്ടകളെല്ലാം തകരട്ടെ. യേശുനാമത്തിൽ ബന്ധനമെല്ലാം തകരട്ടെ, കർത്താവേ, കോട്ടകളെല്ലാം തകരട്ടെ. ഈശോ. വിടുതലുണ്ടാകട്ടെ, ഭാവ, ഭാവ. വിടുതലുണ്ടാകട്ടെ, ഭാവ ഭാവ. സൗഖ്യമുണ്ടാകട്ടെ, ഭാവ, ഭാവ. നാമത്തിലുണ്ടാകട്ടെ, ഈശോ, ഈശോ. വിടുതലുണ്ടാകട്ടെ, ആമേൻ. വിടുതലുണ്ടാകട്ടെ, അത്ഭുതം നടക്കട്ടെ ഈശോ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. സാത്താൻ കോട്ടകൾ തകരട്ടെ, ആമേൻ. ഈശോയുടെ നാമത്തിൽ അന്ധകാര ശക്തികൾ തകരട്ടെ, ശാസിക്കുന്നു. സാത്താൻ കോട്ടകൾ തകരട്ടെ, The name of my അന്ധകാര Jesus. ശക്തികൾ Our തകരട്ടെ. Our refuge and I command every spirit of evil to depart from you. കർത്താവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തി, കർത്താവ് യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി. യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ, ആമേൻ, ആമേൻ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ, ഈശോ, ഈശോ. വിടുതലുണ്ടാകട്ടെ, ഹല്ലേലൂയ. എന്നിൽ വിടുതലുണ്ടാകട്ടെ, യേശുവേ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ കരങ്ങളൊന്ന് ഉയർത്തി. നാമത്തിലുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ. ഹല്ലേലൂയ, 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 ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 കരങ്ങൾ അടിച്ച ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. ഈശോയേ, എല്ലാവരും വിളിച്ച് യേശുവിനെ വിളിച്ചോ. ഈശോയേ, പ്രിയപ്പെട്ടവരെല്ലാവരും വിളിച്ച് ഈശോ. സൗഖ്യം നൽകണമേ, ഈശോ. വിടുതൽ നൽകണമേ, പവർ ഈശോ. സൗഖ്യം നൽകണമേ, യേശുവേ. വിടുതൽ നൽകണമേ, കർത്താവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ബന്ധനമഴിയട്ടെ, The name of Jesus, the name of my priesthood, the name of the Holy Catholic Church. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ശക്തി. കോട്ടകൾ തകരട്ടെ, രോഗങ്ങൾ മാറട്ടെ, ഭാവ ഭാവ. ഭൂതങ്ങൾ ഒഴിയട്ടെ, യേശുവേ. രോഗങ്ങൾ മാറട്ടെ, ഭൂതങ്ങൾ ഒഴിയട്ടെ, ശാപങ്ങൾ മാറട്ടെ, പാപങ്ങൾ നീങ്ങട്ടെ, ശാപങ്ങൾ മാറട്ടെ, യേശുവേ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും പാടിക്കോ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഈശോക്കൊന്ന് കരങ്ങളടിച്ച് ഈശോ 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 ഈശോ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു, കർത്താവേ, ഷാലോം ടിവിയുടെ ഈ ജാഗരണ പ്രാർത്ഥനയിൽ കർത്താവെ ഒരു വചനം നൽകണമേ, കർത്താവെ ഒരു വചനം നൽകണമേ. എന്നിട്ട് ഞാൻ എൻ്റെ ബൈബിള് തുറന്നു. ബൈബിള് തുറന്നപ്പോഴെനിക്ക് കിട്ടിയ വചനമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാമത്തെ വചനം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കരങ്ങൾ ഉയർത്തിക്കുക മക്കളെ. വലത് കരം ഉയർത്തി ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് വിശ്വസിക്കുന്നവരോട് കൂടെ വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. കരങ്ങൾ താഴ്ത്തിക്കോ. ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. പറഞ്ഞേ ആമേൻ. നല്ല സന്തോഷത്തോടെ പറഞ്ഞേ ആമേൻ. നല്ല അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. നല്ല പവറോട് പറഞ്ഞേ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ അടയാളങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ ഓർത്തു, നമ്മുടെ ഷെവലിയർ ബെന്നി പുന്നത്ര സാറിൻ്റെ, അദ്ദേഹം വളരെയധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും ഹൃദയസ്പർശിയായ ഒരു പുസ്തകമാണ് പ്രലോഭനങ്ങളെ വിട. അതിൻ്റെ ആദ്യത്തെ അധ്യായത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് ഒരു യാത്രയുടെ ആരംഭം. ഒരു യാത്രയുടെ ആരംഭം. എന്നിട്ട് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് നമ്മളിപ്പോൾ പങ്കെടുക്കുന്ന ഈ ഷാലോം ശുശ്രൂഷകളുടെ ആരംഭങ്ങളുടെ കഥയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ ആ അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിന് ഒരു ഉൾവിളിയുടെ തിരിച്ചറിവെന്നാണ് അദ്ദേഹം പേര് കൊടുത്തിരിക്കുന്നത്. ഒരു ഉൾവിളിയുടെ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്? ഒരു ഉൾവിളിയുടെ തിരിച്ചറിവ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. അതായത് ഈ ഷാലോം ശുശ്രൂഷകളൊക്കെ ആരംഭിച്ച പെരുവണ്ണാമുഴി എന്ന ഒരു കുഗ്രാമത്തിൽ ബഹുമാന്യനായ സി.ജെ. വർക്കിയച്ചനോടും മറ്റ് സഹോദരങ്ങളോടൊക്കെ ഒപ്പം കുഞ്ഞു കുഞ്ഞു മധ്യസ്ഥ പ്രാർത്ഥനകളും കുഞ്ഞു കുഞ്ഞു ധ്യാനങ്ങളുമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഉൾവിളി കിട്ടുകയാണ്. തൻ്റെ ആകെ ഉള്ള ഒരു ജോലി അതങ്ങോട്ട് ഉപേക്ഷിക്കാൻ. അതായത് ബാങ്കിൽ ജോലിയാണ്, അത് ഉപേക്ഷിക്കാൻ. ഇന്നത് പറയുമ്പോൾ നമുക്ക് വളരെ അത് ഉപേക്ഷിച്ചിപ്പോൾ വലിയ ഷാലോം ടിവിയൊക്കെ ആയി. ഇന്നത് പറയുമ്പോൾ നിസ്സാരമായിട്ട് തോന്നാം. എന്നാൽ അന്ന് ഒരു കുടുംബനാഥൻ, ഒരു സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഈ സമയത്താണ് വളരെ ശക്തമായ ഉൾവിളി കിട്ടുന്നത്, തൻ്റെ ആകെയുള്ള വരുമാന മാർഗമായ ബാങ്കിലെ ജോലി ഉപേക്ഷിക്കാൻ. ആരെങ്കിലും കേട്ടാൽ അവന് ഭ്രാന്താണെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് തൻ്റെ ശുശ്രൂഷകരായ കൂട്ടുകാരോടും തൻ്റെ ബാങ്കിലെ സഹപ്രവർത്തകരോടൊക്കെ പതുക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിളിയുണ്ട്, ഇങ്ങനെ ഒരു കെടാത്ത അഗ്നി എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു, എന്താ ബെന്നി പറയുന്നത്? വേണമെങ്കിൽ ഒരു ജോലിയോടുകൂടി നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിച്ചുകൂടെ? ജോലി ഉപേക്ഷിക്കണോ? എന്തിന് ജോലി കളയണം? ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ എന്തൊരു പ്രയാസമാണ്. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, മുഴുവൻ സമയവും സുവിശേഷം പ്രസംഗിക്കാൻ ബെന്നി പോകേണ്ട ആവശ്യമില്ലല്ലോ, എന്തോരം വൈദികരാണ് നമ്മുടെ സഭയ്ക്കുള്ളത്.
എന്തോരം സിസ്റ്റേഴ്സാണ് നമ്മുടെ സഭയ്ക്കുള്ളത്. അപ്പം മുഴുവൻ സമയവും ആ ജോലി കളഞ്ഞിട്ട് മുഴുവൻ സമയവും സുവിശേഷ പ്രഘോഷണത്തിന് ഒരൽമായം പോകേണ്ട ആവശ്യമില്ല. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ ബെന്നി, നിനക്ക് ഭ്രാന്താണോ? നീ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കൂടി കൂട്ടായ്മയിലൊക്കെ പങ്കെടുത്ത് നിനക്ക് ഭ്രാന്തായോ? നിനക്കൊരു കുടുംബമില്ലേ? നിനക്കൊരു വീടില്ലേ? നിനക്ക് കുഞ്ഞില്ലേ? ബെന്നി സാറ് പറയുകയാണ്, തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം തന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞതെങ്കിലും ഈ പറച്ചിലുകൾക്കൊന്നും തൻ്റെ ഉള്ളിലെ ആ തീയെ, ആ ഉൾവിളിയെ കെടുത്താൻ സാധിക്കില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ ആ സ്നേഹപ്രകടനം. ഇതിങ്ങനെ മുഴുവൻ സമയവും സുവിശേഷകനാകാനുള്ള ഒരു വിളി ഇങ്ങനെ ഉള്ളിൽ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ താൻ ഞാൻ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ വിഷമം അനുഭവിക്കുക തൻ്റെ ഭാര്യ. ബെന്നി സാറ് പറയുന്ന ആ ഭാര്യനെയും കൂട്ടിക്കൊണ്ട് നേരെ പാലയിൽ ഭരണങ്ങാനം പള്ളിയിൽ നമ്മുടെ അൽഫോൺസാമ്മയുടെ പള്ളിയിൽ പോയി കുറേ നേരം നിശബ്ദമായിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്റ്റെല്ല ടീച്ചറിന് കാര്യം പിടുത്തം കിട്ടില്ല. പെട്ടെന്നൊരു യാത്ര, വളരെയധികം നിശബ്ദത. ഏറ്റവും അവസാനം ബെന്നി സാറ് ചെന്ന് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഉൾവിളിയുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ ബെന്നി സാർ എഴുതിയിരിക്കുകയാണ്, തൻ്റെ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞത്: കർത്താവാണ് അച്ചായനെ വിളിക്കുന്നതെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ, പൂർണ്ണമായ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോലി രാജിവെച്ചോ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കാനും തയ്യാറാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ഈശോയെ വിളിച്ച എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഉള്ളിനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ ബെന്നി സാറിന് ധൈര്യമായി നേരെ ബാങ്കിലേക്ക് ചെന്നു. അപ്പോഴിങ്ങനെ ആ ജോലി ഉപേക്ഷിക്കാനായിട്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ തൻ്റെ ഒരു ഉറ്റ ചങ്ങാതി വന്ന് പിടിച്ചു മാറ്റി നിർത്തി. ബെന്നി, നിനക്ക് ഭാര്യയില്ലേ? നിനക്ക് കുട്ടിയില്ലേ? അവളോട് നിനക്ക് കടപ്പാടുകളില്ലേ? ഉടനെ ബെന്നി സാറ് പറഞ്ഞ മറുപടി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമ്മുടെ ബാങ്കിൻ്റെ മാനേജ്മെന്റിനേക്കാളും വിശ്വസ്തനാണ് എൻ്റെ കർത്താവ്. പറഞ്ഞ ഒരു ഹല്ലേലൂയ കൊടുത്തേ. നമ്മുടെ ബാങ്കിൻ്റെ മാനേജ്മെന്റിനേക്കാളും വിശ്വസ്തനാണ് എൻ്റെ കർത്താവ്. ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി സുവിശേഷ വേല ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടാൻ ദൈവം സമ്മതിക്കില്ല. വലതുകരം ഉയർത്തൊരു 3 ഹല്ലേലൂയ പറഞ്ഞേ. അല്ല അഭിഷേകത്തോടെ, അല്ല അഭിഷേകത്തോടെ. എൻ്റെ ഈശോയെ, ആഗ്രഹിച്ച ആ കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുക. എൻ്റെ പ്രിയപ്പെട്ടവര്, ഈ വിശ്വാസത്തിന് അത് ബെന്നി സാറിന് മാത്രമല്ല, നമ്മുടെ മാത്യു സാറുണ്ട്, ബെന്നി സാറിൻ്റെ കൂടെയുള്ള അനവധിയായ സാധാരണക്കാരായ സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശ്വാസത്തിന് കർത്താവ് കൊടുത്ത അടയാളമാണ് ഒരു പാവപ്പെട്ട കുഗ്രാമത്തിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളില് വിവിധ ഭാഷകളില് ശുശ്രൂഷകള് ഷാലോമിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ,
ആ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ദൈവത്തിലുള്ള വിശ്വാസത്തിന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ അടയാളമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ശാലോം ശുശ്രൂഷ. പറഞ്ഞേ ആമേൻ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. പറഞ്ഞേ അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സഭാപിതാവിന്റെ പേരാണ് വിശുദ്ധ ഇരണേവൂസ് എന്ന് പറഞ്ഞ ആരാണ്? ഇരണേവൂസ് എന്ന് പറഞ്ഞേ. അവരുടെ പേരൊക്കെ പറയുമ്പോൾ ഇവരെല്ലാം ബാധകളെ ഒഴിപ്പിക്കുന്ന, രോഗികളെ ബഹിഷ്കരിക്കുന്ന, വചനം കൊണ്ട്, സുവിശേഷം കൊണ്ട്, ദൈവകൃപ കൊണ്ട് രോഗികളെ സുഖപ്പെടുത്തിയവരാണ്, സാത്താനെ ബന്ധിച്ചവരാണ്, ഇരുളിനെ ആട്ടിയോടിച്ചവരാണ്, ബന്ധനങ്ങളെ തകർത്ത് കളഞ്ഞവരാണ്. അങ്ങനെയുള്ള ഒരു സഭാപിതാവാണ് വിശുദ്ധ ഇരണേവൂസ്. വിശുദ്ധ ഇരണേവൂസ് പറയാം, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യർ അവനിൽ നിന്ന് കൃപ സ്വീകരിക്കും. കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവര് ഈ രാത്രിയില് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവ് ഈശോയിൽ നിന്ന് കൃപ സ്വീകരിക്കും. എന്താ കൃപ? പ്രസാദപരവാ, ദൈവത്തിന്റെ അധിക ബലമാ, ചൈതന്യവാ, അഭിഷേകമാ. അത് ദൈവം സമ്മാനമായിട്ട് നൽകുന്നതാ. നമ്മുടെ കഴിവുകളോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പാരമ്പര്യങ്ങളോ ഒന്നുമല്ല. കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ, നിഷ്കളങ്കരായിരിക്കുമ്പോൾ, തുറവിയുള്ള ഹൃദയമുള്ളപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിൻ്റെ കൃപ നിന്റെ ഭവനത്തിൻ്റെ മുകളിൽ വരും, നിന്റെ ശരീരത്തിലേക്ക് വരും, നിന്റെ ആത്മാവിലേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കുടുംബങ്ങളിൽ, അങ്ങനെയുള്ളവരുടെ ശരീരങ്ങളിൽ ഒരു ദുരാത്മാവും പ്രബലപ്പെടില്ല. വിശ്വസിക്കുന്നവർ വലതുകര ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞ് ഒരിക്കൽ കൂടെ പറഞ്ഞ് കുടുംബത്തിന്റെ മേലുള്ള ദോഷങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, കച്ചവട തടസ്സങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, മക്കളുടെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, ജഡികാസക്തികൾ വിട്ടുമാറാൻ പറഞ്ഞ്, രോഗങ്ങൾ വിട്ടുമാറാൻ പറഞ്ഞ്, മദ്യം മയക്കുമരുന്നിന്റെ ആസക്തികൾ വിട്ടുമാറാൻ പറഞ്ഞ്. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്കോ മക്കളെ. ഇരണേവൂസ് തുടർന്ന് പറയാം, അതായത് ദൈവവിശ്വാസികൾ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവര് കർത്താവിന്റെ കൃപ സ്വീകരിക്കും. എന്നിട്ട് പറയാം, ഓരോരുത്തരും സ്വീകരിച്ച കൃപയ്ക്കനുസൃതമായി മറ്റുള്ളവരുടെ നന്മയ്ക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ ശാലോം ശുശ്രൂഷ നമ്മൾ നേരത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇവിടെ ലഭിച്ച ഓരോ ഈ നൈറ്റ് വിജിലിൽ ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെ വായിച്ചു കേട്ടു. ഈ കൃപകൾ ഇപ്പോൾ ബെന്നി സാറിന്, മാത്യു സാറിന്, സി ജെ വർക്കിയച്ചന്, ശാലോം ശുശ്രൂഷ പണിയെടുക്കുന്ന ഓരോ സഹോദരങ്ങൾ അവർക്ക് ലഭിച്ച ദൈവകൃപ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശുദ്ധ ഇരണേവൂസ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവ് ഡെലിവറൻസ് നടത്തിയിട്ടുള്ള, രോഗശാന്തി നടത്തിയിട്ടുള്ള, വചന പ്രഘോഷണത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ ഇരണേവൂസിന്റെ സാക്ഷ്യം നമ്മളെ ഈ രാത്രിയിൽ നമ്മളെ അനുഗ്രഹിക്കാൻ പോകുക. പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആദിമ സഭയുടെ മെത്രാനായ വിശുദ്ധ തീത്തൂസിനോട് വിശുദ്ധ പൗലോസ് പറഞ്ഞു, മകനെ, ഇത് നിന്നോട് നമ്മൾ ഓരോരുത്തരോടും പറയുന്ന കേട്ടോ, മകനെ, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ നിന്റെ കുടുംബത്തെ ബാധിച്ച ഏതെങ്കിലും തിന്മകളുണ്ടോ? നിനക്ക് മാനസിക പീഡയുണ്ടോ? അകാരണ ഭയമുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ? നിരന്തരമായ രോഗപീഠകളുണ്ടോ? അപകടം പതിയിരിക്കുന്നിടത്തേക്ക് നീ എടുത്തു ചാടുന്നുണ്ടോ? അക്രമാസക്തമായ കോപമുണ്ടോ? ഈ ജഡികാസക്തികളുടെ മേല് നിന്റെ രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ് ആദിമസഭയുടെ മെത്രാനായ തീത്തോസിനോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ആ വാക്കുകള് ഈ രാത്രിയില് നമുക്ക് വേണ്ടിയുള്ളതാണ്.
നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ പറമ്പിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി നല്ല ലോർഡ്, അഭിഷേകത്തോടെ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്, ഈശോയേ, ഈശോയെ വിളിച്ചോ മക്കളെ, ഈശോയേ. ഈശോയേ, ബന്ധനം അഴിയട്ടെ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, പൈശാചിക പീഡകളെ, പൈശാചിക പീഡകളെ, തിന്മകളുടെ സ്വാധീനങ്ങളെ തിന്മയുടെ സ്വാധീനങ്ങളെ, കർത്താവായ കർത്താവായ യേശുവിന്റെ യേശുവിന്റെ അധികാരമുള്ള അധികാരമുള്ള കൃപ കൊണ്ട് ഈ രാത്രിയില് എന്റെ വീട്ടില് അടയാളങ്ങള്, അത്ഭുതങ്ങള് സംഭവിക്കട്ടെ. കിടപ്പ് രോഗികള് ഈ രാത്രിയില് സൗഖ്യം പ്രാപിക്കട്ടെ. വലതുകരം ഉയർത്തി ഒറ്റ വിളി വിളിച്ച ഹല്ലേലൂയ. ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ വിളിച്ച മക്കളെ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടെ വിളിച്ച് ഹല്ലേലൂയ. ഈശോയെ കരങ്ങൾ താഴ്ത്തിക്കോ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ഒരു വിശുദ്ധൻ വരികയാണ്. ആദിമ സഭയിലെ അതിപ്രധാനപ്പെട്ട മറ്റൊരു വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ സിപ്രിയാൻ. ആരാണ്? കേട്ടില്ല? വിശുദ്ധ സിപ്രിയാൻ. സിപ്രിയാൻ വരിക. ആ കൃപയെ കുറിച്ച്, ആ ജീവദായകമായ ദൈവത്തിന്റെ രക്ഷ, കർത്താവിൻ്റെ മരണം കൊണ്ട് നേടിയെടുത്തത്, കർത്താവിൻ്റെ ഉയർപ്പ് കൊണ്ട് നേടിയെടുത്തത്, ആ വലിയൊരു രക്ഷ, ആ ജീവദായകമായ രക്ഷയിൽ ഞാൻ മുങ്ങി. എൻ്റെ കർത്താവേ, എൻ്റെ ഈശോയെ, ആ സുപ്രിയാൻ പറയണ കേട്ടോ, ആ രക്ഷയിൽ ഞാൻ മുങ്ങി, ആ കൃപയിൽ ഞാൻ മുങ്ങി. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ കറകളും മായ്ക്കപ്പെട്ടു. എൻ്റെ ജീവിതത്തിലെ എല്ലാ കറകള്, എൻ്റെ അപകർഷതാബോധം, എൻ്റെ അഹങ്കാരം, എൻ്റെ ജഡികാസക്തി, ഞാൻ എന്ന ഭാവം, ഞാൻ 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 ഈറ്റ്, ഡ്രിങ്ക്, മെറി മേക്കിംഗ്, തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക. അപ്പം അതെല്ലാം എൻ്റെ പാപക്കറകള്, എൻ്റെ മേലുള്ള നിഴല്. ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ടല്ലോ, ഒരിക്കല് എല്ലാ വൃക്ഷങ്ങളും കൂടി പറഞ്ഞു നമുക്കൊരു രാജാവിന് വേണം. അവർ ഉടനെ മുന്തിരിച്ചെടിയോട് പറഞ്ഞു, മുന്തിരിച്ചെടി, നീ ഞങ്ങളുടെ രാജാവാകുമോ? മുന്തിരിച്ചെടി പറഞ്ഞു, അയ്യോ, എൻ്റെ വീഞ്ഞ് ഉപേക്ഷിച്ച് എനിക്ക് നിങ്ങളുടെ രാജാവാകാൻ പറ്റില്ല. അവർ നേരെ ഒലിവ് മരത്തിൻ്റെ അടുത്ത് പോയി, ഒലിവ് മരമേ നീ ഞങ്ങളുടെ രാജാവാകാമോ? ഒലിവ് പറഞ്ഞു, അയ്യോ, എൻ്റെ എണ്ണ ദേവന്മാർക്കൊക്കെ വളരെ പ്രീതികരമാണ്, അതുകൊണ്ട് അതുപേക്ഷിച്ച് ഞാൻ വരില്ല. അത്തിവൃക്ഷത്തോട് പറഞ്ഞു, അത്തിവൃക്ഷമേ പ്ലീസ് ഞങ്ങളുടെ രാജാവാകാമോ? അത്തിവൃക്ഷം പറഞ്ഞു, അയ്യോ, എനിക്ക് പറ്റില്ല, എൻ്റെ അത്തിക്കായ് ഉപേക്ഷിച്ച് എനിക്ക് വരാൻ പറ്റില്ല. ഏറ്റവും അവസാനം അവർ മുള്ളിൻ്റെ അടുത്ത് ചെന്ന്, മുൾച്ചെടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മുൾച്ചെടി നീ ഞങ്ങളുടെ രാജാവാകാമോ? മുൾച്ചെടി ചോദിച്ചു, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടാണോ ഇത് പറയുന്നത്? അവർ പറഞ്ഞു, അതേ, ബോധപൂർവം, സ്വാതന്ത്ര്യത്തോടെ. വീണ്ടും പറഞ്ഞു, നിങ്ങൾ ശരിക്കും ബോധത്തോടെയാണോ പറയണത്? വീണ്ടും പറഞ്ഞു, അതെ. ചെടികൾ പറഞ്ഞു, അതെ. ഉടനെ മുൾച്ചെടി രാജാവായിട്ട് പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് അടുത്തേക്ക് നിൽക്കാൻ. ഉടനെ തന്നെ ആ മരങ്ങളെയൊക്കെ മുൾച്ചെടി വരഞ്ഞു മുറുക്കി. ഇതേപോലെ, ഇത് ബൈബിളിലെ കഥയാണ്. ഇതേപോലെയാണ് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ ജഡികാസക്തികൾ കൊണ്ട്, ഞാനെന്ന ഭാവം കൊണ്ട്, ഞാനെന്ന ഭാവം കൊണ്ട് ദൈവത്തിൻ്റെ കൃപകൾ നഷ്ടപ്പെടുത്തി നമ്മൾ സ്വയം സാത്താൻ്റെ പിടിയിൽ മുള്ള്, ആ പ്രലോഭകൻ, ആ പാമ്പ്, ആ ദുഷ്ടത, ആ ജഡികാസക്തി, ആ തിന്മയുടെ അടിമയായിട്ട് മാറി. ഇപ്പോൾ ആ തിന്മകളെ ബന്ധിക്കാനായിട്ടാണ് കർത്താവായ ഈശോ നമുക്ക് വേണ്ടി ജനിച്ചത്. ആ തിന്മകളെ ബഹിഷ്കരിക്കാനാണ് കർത്താവായ ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. ആ തിന്മകളെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ് കർത്താവായ ഈശോ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ടാണ് വിശുദ്ധ സിപ്രിയാൻ പറയണത്, ആ ജീവദായകമായ രക്ഷാകരമായ കൃപയിൽ ഞാൻ മുങ്ങി. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ തിരുരക്തം കൊണ്ടൊഴുകുന്ന ആ കൃപയിൽ ഈ രാത്രിയിൽ ഞാനും എൻ്റെ കുടുംബവും മുങ്ങുമ്പോൾ, ഇനി സിപ്രിയാൻ്റെ വചനത്തിലേക്ക് വരാം, എല്ലാ കറകളും, എല്ലാ നിഴലുകളും, എല്ലാ ബാധകള്, അകാരണ ഭയങ്ങള്, വിഷാദ രോഗങ്ങള്, നിരാശകള്, അത്ഭുതകരമായ വിടുതൽ ലഭിക്കുക. എൻ്റെ ഈശോയെ,
പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നിട്ട് സിപ്രിയാൻ പറയാ, എന്റെ ജീവിതത്തെ ഞാൻ കർത്താവിന് സമർപ്പിച്ചു. അദ്ദേഹത്തോട് ചേർന്ന് ഈ രാത്രിയില് കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തെ വലതുകര ഉയർത്തിപ്പിടിച്ച മക്കള് നല്ല അഭിഷേകത്തോടെ ആഗ്രഹിച്ചു ഈ രാത്രിയില് സാത്താനെ ബഹിഷ്കരിക്കണം. In the name of my priesthood, the name of Jesus, or rebuke, I command every spirit of evil to depart from you. Oh, sangue, d'acque, scaturrisce del cuore di Gesù, come sorgente della misericordia per noi. Confidiamo in te, കർത്താവിൻ്റെ തിരുരക്തം ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഓ സാങ്ക്വേ ദി ജെസു ഷെന്തി സുദിനോയ്, ഓ കോർപ്പോ ദി ജെസു ലീബറാച്ചി, ഓ ആക്വേ ദി ജെസു ഘറീഷിച്ച് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ഡെലിവറൻസ് നൽകണമേ, രോഗസൗഖ്യം നൽകണമേ. പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തിക്കോ. സിപ്രിയാനോടൊപ്പം കരങ്ങൾ നെഞ്ചത്ത് വെച്ചെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് സമർപ്പിച്ചു. അവിടുന്ന് എന്റെ ഹൃദയം വെടിപ്പാക്കുകയും പരിശുദ്ധാത്മാവിൽ നിറക്കുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ നോക്കിക്കേ, നമ്മൾ പറഞ്ഞ വിശ്വസിക്കുന്നവരോട് കൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഈ ആ ഒരു വചനം കൊണ്ട് എങ്ങനെയാ ശാലോം ശുശ്രൂഷ അതൊരു വലിയൊരു അടയാളമാണെന്ന് പറഞ്ഞു. സിപ്രിയാനിലൂടെയും അത് ഇരണേവൂസിലൂടെയും വിശുദ്ധ പൗലോസിലൂടെയൊക്കെ ആ വചനങ്ങൾ ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു. വീണ്ടും പ്രിയപ്പെട്ടവര്, നാം മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് പോകുക. ആ 16-ാം അധ്യായം നമ്മൾ നേരത്തെ 17-ാമത്തെ വചനം പറഞ്ഞത്. പക്ഷെ 15 മുതൽ 18 വരെ നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമുള്ള വചനമാണ്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്ന രക്ഷപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ഈ വചനഭാഗം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസരമാണിത്. എന്നിട്ട് ശിഷ്യന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ ആവശ്യപ്പെടുക. ഇന്ന് ഷാലോം ടിവിയിൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നമ്മൾക്ക് നൽകുന്ന വലിയൊരു ദൈവവിളി എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉൾവിളി തിരിച്ചറിയാനാ. ആ ഒരു തീ നമ്മുടെ മാമോദീസയിലൂടെ തൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച ദൈവിക കൃപകള് ഈ രാത്രിയിൽ ഒരിക്കൽ കൂടെ നമുക്ക് ജ്വലിപ്പിക്കണം. നമ്മുടെ മിഷൻ തിരിച്ചറിയണം. ഇതാ വചനം പറയും, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ശിഷ്യന്മാരോട് സുവിശേഷം പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്നു. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതിൽ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങളെ കുറിച്ച് ഈശോ പറയുന്നു. വിശ്വസിക്കുന്നവർ, അപ്പോൾ 2 ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഒന്ന് വിശ്വസിക്കുന്നവർ എന്താണ് വിശ്വസിക്കേണ്ടത്? യേശു പ്രസംഗിച്ച സുവിശേഷം. യേശു എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മർക്കോസ് 1:15, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് ലോകപ്രശസ്തനായ ഡെലിവറൻസിന്റെ ഒരു ശുശ്രൂഷകൻ നീ ലൊസാനോ 5 താക്കോലുകളെ കുറിച്ച് പറയുന്നുണ്ട്. 5 താക്കോലിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൽ 1-ാമത്തെ താക്കോലാണ് ഒരു ഡെലിവറൻസ്. ഒരു ബാധ നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിയണമെങ്കിൽ അതിൻ്റെ 1-ാമത്തെ താക്കോലാണ് നന്നായിട്ട് അങ്ങോട്ട് അനുദപിക്കണം, പാപങ്ങളെ വെറുക്കണം, പാപമോചനം കിട്ടണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടണോ? കടബാധ്യതകൾ വിട്ടുമാറണോ? കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറണോ? ജോലി തടസ്സങ്ങൾ വിട്ടുമാറണോ? ഉന്നത വിജയങ്ങൾ കിട്ടണോ? ഏത് നിയോഗമാണുള്ളത്? അതിൻ്റെ മേൽ ബന്ധനങ്ങളുണ്ടെന്ന് കരുതുന്നുണ്ടോ? ആ ബന്ധനങ്ങൾ വിട്ടുമാറാനുള്ള 1-ാമത്തെ താക്കോലാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ശക്തമായ അനുതാപം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനാ. അതാണ് ബെന്നിസാറ് വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വചനത്തിൽ വേർഡ് ഓഫ് ഗാഡ് ഈസ് ജീസസ്,
വചനം ഈശോയാ. ആ വചനത്തിൽ അങ്ങോട്ട് വിശ്വസിക്കാനാ. വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. വചനം യേശുവാ. ആ വചനമാണ് മാംസം ധരിച്ച് ഈശോയായത്. അപ്പം അതിൽ ഈശോയിൽ വിശ്വസിക്കുന്നതാണ് സുവിശേഷത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ ഭാഗമാണ് അടയാളങ്ങൾ. സുവിശേഷത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാലുള്ള അടയാളങ്ങൾ എന്താ? പിശാച് ബഹിഷ്കരണം, ഭാഷാവരം, ശത്രുദോഷം, സർപ്പദോഷം വിട്ടുമാറുന്നു. മാരകമായി എന്തുള്ളിൽ ചെന്നാലും, കൈവശങ്ങളൊക്കെ ഉള്ളിൽ ചെന്നാലും ഓരോ അനർത്ഥവും നിന്റെ മേൽ വരില്ല. എൻ്റെ ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം കർത്താവ് എൻ്റെ പ്രവൃത്തികളിലൊന്ന്, ആ അടയാളങ്ങളിലൊന്ന്, നമ്മളെ ബാധിച്ച ഇരുള്, നമ്മളെ ബാധിച്ച മുള്ള്, നമ്മളെ ബാധിച്ച കടങ്ങള്, ജഡികാസക്തികള്, ബാധകള്, നിഴല്, ആ പാപത്തിൻ്റെ കെട്ടുകള്, രോഗത്തിൻ്റെ കെട്ടുകള്, ശാപത്തിൻ്റെ കെട്ടുകള് ഈ രാത്രിയിൽ നമുക്ക് ബന്ധിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. മറ്റൊരു വചനം നമുക്കറിയാം, മർക്കോസിന്റെ തന്നെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെ തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് ഈശോ അവരോട് വചനം പറയാൻ പറയാ. എന്നിട്ട് വചനം പറയുന്നുണ്ട്, അവർക്ക് അശുദ്ധാത്മാക്കളെ ശാസിക്കാൻ, ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാനുള്ള പവർ കൊടുത്തെന്ന്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വീട്ടിൽ വചനം എടുത്ത് വായിക്കണം. അധികാരം കൊടുക്കുക. കർത്താവ് യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, കാരണം ദൈവം തന്നെ സഭയ്ക്ക് കൊടുത്ത പവറാ. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞത്, ബൈ ദ സെയിം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോ രോഗികളെ സുഖപ്പെടുത്തി. ബൈ ദ സെയിം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ദ ഹോളി കാത്തലിക് ചർച്ച്, സഭ കണ്ടിന്യൂ ദ സെയിം മിഷൻ ഓഫ് ജീസസ്. അതേ കർത്താവ് ഈ തിന്മകളെ ബന്ധിച്ചതുപോലെ, രോഗികളെ സുഖപ്പെടുത്തിയതുപോലെ, സാത്താനെ ബന്ധിച്ചതുപോലെ, സഭ കണ്ടിന്യൂ ദ സെയിം മിഷൻ ഓഫ് ജീസസ് ബൈ ദ സെയിം പവർ ഓഫ് ദ ഹോളി. അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാല്, അതേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താല് യേശുവിൻ്റെ അതേ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിൽ ശാലോം ശുശ്രൂഷയോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ മേലുള്ള എല്ലാ ബാധകളെയും തിന്മകളെയും രോഗങ്ങളെയും ആട്ടിപ്പായിക്കാൻ പോകുക. പറഞ്ഞ ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 30 വരെ സീറോഫിനീഷ്യൻ സ്ത്രീ വന്ന് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകള് അശുദ്ധാത്മാവ് ബാധിച്ചിരിക്കുന്നു. അത് നിങ്ങൾ വീട്ടിൽ വായിക്കണം. പിന്നീട് അവിടെ ഈശോയുമായിട്ട് കുറേ ഡയലോഗുകളൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനം ഈശോ അവളുടെ വിശ്വാസം കണ്ടു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. പലതവണ ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സ്പിരിറ്റ് ഇംപൂറോ, അശുദ്ധാത്മാവേ. അശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നമ്മളെ ബാധിച്ച ഒരുപാട് തിന്മകള്, നമ്മുടെ രോഗങ്ങള്, ഒരു രോഗം മാറുമ്പോൾ വേറൊരു രോഗം വരുന്നു, കടബാധ്യതകൾ മാറുന്നില്ല, കലഹത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറുന്നില്ല, കല്യാണം നന്നായിട്ട് നല്ലൊരു അപ്പനാകാൻ പറ്റുന്നില്ല, നല്ലൊരു അമ്മയാകാൻ പറ്റുന്നില്ല, നല്ലൊരു മകളാകാൻ പറ്റുന്നില്ല, നല്ലൊരു ഭാര്യയാകാൻ പറ്റുന്നില്ല. അങ്ങനെ പല ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്ന അവസ്ഥകളെ കർത്താവ് പറയാ, നീ പൊയ്ക്കൊള്ളുക. പിശാച്, ഈ തടസ്സങ്ങള്, ഈ തിന്മകള്, ഈ ബന്ധനങ്ങള്, ഈ കച്ചവട തടസ്സങ്ങള്, ഈ ഉയർച്ചയില്ലാത്ത അവസ്ഥകള് ഇതാ നിന്നെ വിട്ടു പോയിരിക്കുന്നു. അവള് വിശ്വസിച്ചുകൊണ്ടാ വീട്ടിൽ പോയാ. അതാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവള് വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ മോള് കട്ടിലിൽ കിടക്കുന്നത് കണ്ട് അവള് ആ ഇരുള്, ആ ഇരുട്ട്, ആ തിന്മ, ആ കലഹം, ആ ബന്ധനം വിട്ടുപോയിരിക്കുന്നു. ഈ സീറോഫിനീഷ്യൻ സ്ത്രീ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ആ അമ്മ ധീരയായ വനിതയുടെ ഒരു ജീവിതകഥയാ. ഒരു വിജാതീയ സ്ത്രീ, അവൾക്ക് പഴയ നിയമങ്ങൾ, സുഭാഷിതങ്ങൾ, സങ്കീർത്തനങ്ങളൊന്നും സ്വന്തമായി ഇല്ലാത്തവളായിരുന്നു. പക്ഷെ അവള് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവൾ തുറന്നു പറയുന്നു, എൻ്റെ മകളെ പിശാച് ബാധയിൽ നിന്ന് മോചിപ്പിക്കണം ജീസസ്. ഈ രാത്രിയിൽ പറയണം, എൻ്റെ മകളെ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കണം, എൻ്റെ മകനെ, എൻ്റെ മകളെ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കണം, എൻ്റെ ഭർത്താവിനെ ചീത്ത ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം, മദ്യപാനത്തിൽ നിന്ന് മോചിപ്പിക്കണം, മയക്കുമരുന്നിൽ നിന്ന് മോചിപ്പിക്കണം, ബിസിനസിൻ്റെ തടസ്സത്തിൽ നിന്ന് മോചിപ്പിക്കണം. വിശ്വാസത്തോടെ പറഞ്ഞ
പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് നമുക്കറിയുന്ന ഈ തിന്മകൾക്ക് ദൈവത്തോടും യേശുക്രിസ്തുവിൽ സാക്ഷാത്കൃതമാകുന്ന ദൈവരാജ്യത്തോട് വലിയ വിദ്വേഷമാണുള്ളത്. അതായത് നമ്മൾ സമാധാനത്തിൽ കഴിയുന്നത് സാത്താൻ ഇഷ്ടമല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നമ്മൾ ആഗ്രഹിക്കുന്ന സമാധാനം, നമ്മുടെ ഐശ്വര്യം, നമുക്കത് പിശാചിന് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? ഇപ്പം പെട്ടെന്നാണ് ഏത് കുടുംബത്തെയാണ് കയറി പിടിക്കുകയെന്ന് അറിയില്ല. ഇവനിങ്ങനെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുക. ദൈവകൃപയില്ലാത്തവര്, വചനാഭിഷേകമില്ലാത്തവര്, പരിശുദ്ധ കുർബാനയുടെ ശക്തി ഇല്ലാത്തവര്, പരിശുദ്ധാത്മാവിനോട് തുറവിയില്ലാത്തവര്, ബുദ്ധിയുണ്ടാകാം, അറിവുണ്ടാകാം, അഹങ്കാരം ഉണ്ടാകാം, വണ്ടിയുണ്ടാകാം, വീടുണ്ടാകാം, പക്ഷേ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് നടക്കുന്ന അവനുണ്ടല്ലോ, ആ പ്രലോഭകൻ, ആ പഴയ പാമ്പ് നമ്മുടെ ചുറ്റും ഉണ്ടെന്ന് ഓർക്കണം. ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നാം എന്ത് ചെയ്യണം? കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വ്യക്തിയിൽ സാത്താൻ ആവസിച്ച് ആ വ്യക്തിയെ സ്വന്തമാക്കുന്ന അവസ്ഥ നമ്മുടെ ഇടയിലുണ്ട്. നിരാശ, വിഷമങ്ങൾ, സന്തോഷമില്ലായ്മ, ആ അവസ്ഥ നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ പലരിടത്തും പോയിട്ടുണ്ട്, പക്ഷെ ആർക്കും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ. 30 കോടി, 5 കോടി, 1 കോടി, 60 ലക്ഷം, 50 ലക്ഷം ഒക്കെ കടബാധ്യതകൾ മൂലം നട്ടം തിരിഞ്ഞ ആത്മഹത്യയുടെ വക്കത്ത് നിൽക്കുന്ന അനേകം പേര് ഈ ദൈവശുശ്രൂഷ കേൾക്കുന്നുണ്ട്. ആർക്കും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥ. ഇത്തരത്തിലുള്ള ആവാസം ദൈവശാസ്ത്രത്തിന് നിഷേധിക്കാനാവാത്ത സുവിശേഷ സത്യമാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉപയോഗിച്ച്, കത്തോലിക്ക സഭയുടെ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന സകല തിന്മകളെ ബഹിഷ്കരിക്കണം. വിശ്വാസക്കുറവിനെ ബഹിഷ്കരിക്കണം, വിശുദ്ധ കുർബാനയുടെ ദുരുപയോഗത്തെ ബഹിഷ്കരിക്കണം, ദൈവദൂഷണത്തെ ബഹിഷ്കരിക്കണം, അഹങ്കാരത്തെ ബഹിഷ്കരിക്കണം, അമിതമായ ജഡികാസക്തിയെ ബഹിഷ്കരിക്കണം, അക്രമാസക്തമായ കോപത്തെ ബഹിഷ്കരിക്കണം, അസൂയയെ ബഹിഷ്കരിക്കണം, അമിതമായ ദ്രവ്യാസക്തിയെ ബഹിഷ്കരിക്കണം, ദൈവശുശ്രൂഷകരെ പീഡിപ്പിക്കുന്ന അവസ്ഥകളെ ബഹിഷ്കരിക്കണം, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ആ ദുരാത്മാക്കളെ ബഹിഷ്കരിക്കണം, ദൈവത്തോടും വിശുദ്ധ വസ്തുക്കളോടുള്ള അവജ്ഞകളെ ബഹിഷ്കരിക്കണം, സാത്താന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥകളെ ബഹിഷ്കരിക്കണം, കടുത്ത നിരാശകളെ ബഹിഷ്കരിക്കണം, ആത്മഹത്യ പ്രവണതകളെ, മദ്യാസക്തി, മയക്കുമരുന്ന്, അപകടം പതിയിരിക്കുന്ന ഇടത്തേക്കുള്ള എടുത്തുചാട്ടങ്ങൾ, കുടുംബ തകർച്ച, വസ്തു തർക്കം, പരിഹരിക്കാനാവാത്ത വഴക്കുകൾ, ഇതിനെല്ലാത്തിനും ഇന്ന് പരിഹരിക്കണം. ഒരു മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പൈശാചിക പീഡയാണെന്ന് തിരിച്ചറിയാൻ ദൈവീക ജ്ഞാനം വേണം. നമ്മുടെ ജീവിതത്തിൽ ഏതാത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നതെന്ന് വിവേചിച്ചറിയണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ലോകാരൂപിയാലാണോ നയിക്കപ്പെടുന്നത്? ഞാൻ ദുഷ്ടാരൂപിയിലാണോ നയിക്കപ്പെടുന്നത്? അതോ ഞാൻ ദൈവാരൂപിയിലാണോ നയിക്കപ്പെടുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഷാലോം ശുശ്രൂഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ദൈവമക്കളെ, ഏതാത്മാവിനാലാണ് എൻ്റെ കുടുംബം നയിക്കപ്പെടുന്നതെന്ന് വിവേചിച്ചറിയണം. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപ, അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ശക്തി. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈ തിന്മകൾക്ക് കാരണം എന്താണെന്ന് അനവധി ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെലിവറൻസിന്റെ മേഖലയിലുള്ള വചനപ്രഘോഷകർ. നമ്മുടെ കൊച്ചുമാത്യുവച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഈ സാത്താൻ ബാധയ്ക്ക്, ഈ തിന്മകൾക്ക് കാരണം എന്താ? അനുതപിക്കാത്ത പാപമാ, അനുതപിക്കാത്ത പാപം. അപ്പൊ ഈ ദിവസങ്ങളിൽ കണ്ടുപിടിക്കണം ഏത് മേഖലകളിലാണ് എനിക്ക് ഡെലിവറൻസിന് വേണ്ടി ഏതെങ്കിലും അനുതപിക്കാത്ത പാപം എൻ്റെ ഉള്ളിലുണ്ടോ. കൊച്ചുമാത്യുവച്ചൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഒരുവൻ മാരകപാപങ്ങൾ ചെയ്യുമ്പോൾ ദൈവിക പദ്ധതിയുടെ എതിരാളിയായ പിശാച് അയാളുടെ ജീവിതത്തിലേക്ക്, അയാളുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടെ ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് ദൈവകൃപ നഷ്ടപ്പെടുന്നു. അപ്പം ഈ പിശാചിൻ്റെ ആവാസം എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപയില്ലാത്ത, പരിശുദ്ധാത്മാവില്ലാത്തതാ. അതുകൊണ്ടാണ് പൗലോസിലേക്ക് പറയണം, മക്കളെ മക്കളെ
നോട്സ് പെഞ്ഞ് തൊലോ സ്പിരിറ്റോ സാന്തോ. മക്കളെ, പരിശുദ്ധാത്മാവിനെ നിന്റെ വീട്ടിൽ നിന്ന്, നിന്റെ ഹൃദയത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് കെടുത്തിക്കളയല്ലേ, കെടുത്തിക്കളയല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ പറഞ്ഞേ, ഈശോയെ ഈശോയെ ബന്ധനം അഴിയട്ടെ പരിശുദ്ധാത്മാവേ. പാടിക്കേ. ബന്ധനം അഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ, ബന്ധനം അഴിയട്ടെ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിയട്ടെ പരിശുദ്ധാത്മാവേ. അപ്പൊ നോക്കി പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ കൃപ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ബന്ധനത്തിലാകുന്നത്. അനുതപിക്കുമ്പോൾ ആ ദൈവകൃപ നമുക്ക് തിരിച്ചു കിട്ടുന്നു. അതാണ് ഇതിൻ്റെ കത്തോലിക്ക സഭയുടെ പവറാണത്. അനുതപിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട തേജസ്, നമുക്ക് നഷ്ടപ്പെട്ട അഭിഷേകം തിരികെ കിട്ടുന്നു. സാത്താനെതിരെ മിഖേൽ മാലാഖയോട് ചേർന്ന് പടപൊരുതാനായിട്ടുള്ള ആ ഒരു ശക്തി, അഭിഷേകം കിട്ടുന്നത് നമ്മൾ അനുതപിക്കുമ്പോൾ. മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ ലഭിച്ച ദൈവകൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ. പറഞ്ഞേ, എൻ്റെ ഈശോയെ. എൻ്റെ ഈശോയെ. കൊച്ചുമാത്യുവച്ചൻ്റെ വാക്കുകളാ. അനുതപിക്കാതെ ഏതെങ്കിലും വ്യക്തി പിന്നെയും പിന്നെയും പാപത്തിൽ തുടർന്ന് മരിക്കാനിടയായാൽ അയാളുടെ കുടുംബ വൃക്ഷത്തിൽ സാത്താന് കിടപ്പാടം ലഭിക്കും. അതായത് പിശാച് അയാളെയും അയാളുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളെയും കടന്നാക്രമിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഒരു വചനം പറയുന്നുണ്ട്, മകനെ നീ പാപം ചെയ്യരുത്, ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥനയോടെ സർപ്പത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് നിന്നെ കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് നിന്റെ ജീവൻ അപകടത്തിലാക്കും. ഈശോ. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനുതപിക്കാത്തതാണ് ഈ ബന്ധനങ്ങൾക്ക് കാരണമെന്ന് വചനപ്രഘോഷകർ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമാത്യുവച്ചനെ പോലുള്ള വചനപ്രഘോഷകർ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വചനപ്രഘോഷം പറഞ്ഞതാ, ഈ നമ്മളെങ്ങനെ നമുക്ക് ഈ കടബാധ്യതകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ വരാൻ മറ്റൊരു കാരണം ഉണങ്ങാത്ത മുറിവ്. എൻ്റെ ഈശോയെ, അതായത് വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ദുരുപയോഗിക്കപ്പെട്ടതിൻ്റെ, മുറിവേൽക്കപ്പെട്ടതിൻ്റെ, ശാരീരികമായി ദ്രോഹിക്കപ്പെട്ടതിൻ്റെ മുറിവുകൾ ഇതിങ്ങനെ കടന്നിങ്ങനെ വിഷമായിട്ട് അങ്ങോട്ട് കിടക്കും. ഇന്ന് ഈ ഉള്ളിലുള്ള വെറുപ്പ്, വിദ്വേഷം, പക, ആ വിഷം നമ്മുടെ മുൻപിലുള്ള പാൽപാത്രമാണ്. ഷാലോം ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്ന, നൈറ്റ് വിജിലിനോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന വചന ശുശ്രൂഷയും കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള അഭിഷേകം മാത്രം മതി. നിന്റെ മുറിവുകൾ, ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് മൈ പ്രീസ്റ്റ്ഹുഡ്, ആ മുറിവുകൾ നിന്നിൽ നിന്നും വിട്ടുപോകാനും അതുമൂലം നിന്റെ ശരീരത്തെ, മനസ്സിനെ ബാധിച്ചിരിക്കുന്ന സന്ധി ബന്ധങ്ങളിലെ വേദനകൾ, തലവേദന, തലകറക്കം, മരവിപ്പ്, തൊണ്ടവേദന, അലർജി രോഗങ്ങൾ, അടിവയറ്റിലെ വേദന, നട്ടെല്ലിൻ്റെ വേദനകൾ, ഇതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബഹിഷ്കരിക്കപ്പെടുക. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു വചനപ്രഘോഷകൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കാതെ കിടക്കുന്ന അനുഭവങ്ങൾ. ഞാൻ നീൽ ലൊസാനോ എന്ന ആ ഒരു വചനപ്രഘോഷകൻ്റെ 5 താക്കോലുകൾ പറഞ്ഞു. അതിൽ ഡെലിവറൻസ് കിട്ടാൻ ആദ്യത്തെ താക്കോൽ അനുതപിക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ താക്കോലാണ് ക്ഷമിക്കുക. പിശാച് ബാധകൾ, തിന്മകൾ വിട്ടുമാറണമെങ്കിൽ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ മുൻപിൽ തോറ്റു കൊടുക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ മുമ്പിൽ പൊടിയായി മാറുമ്പോൾ, കർത്താവിൻ്റെ മുൻപിൽ നീ താഴ്മയോടെ നിൽക്കുമ്പോൾ തക്ക സമയത്ത് കർത്താവ് നിന്നെ എടുത്ത് ഉയർത്തിക്കൊള്ളൂ. വലതുകര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദേശം കേൾക്കുമാർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ലോകം മുഴുവൻ കേൾക്കുമാർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ.
കരങ്ങൾ താഴ്ത്തിക്കോ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. അപ്പോൾ ക്ഷമിക്കാതെ കിടക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ശരിക്കും നീ ആഗ്രഹിക്കുന്ന ഒരു ഡെലിവറൻസ്, പിശാച് വിട്ടുപോകണമെന്ന്, കടബാധ്യതകൾ, തടസ്സങ്ങൾ, ബന്ധനങ്ങൾ വിട്ടുപറഞ്ഞ ഈ ഒരു ആയുധം എടുത്ത് ഉപയോഗിക്കണം, ഈ ഒരു താക്കോലെടുത്ത് ഉപയോഗിക്കണം. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും തോറ്റു കൊടുക്കാനും. വെറുതെ അല്ല കേട്ടോ, യേശുനാമത്തിൽ. അപ്പം അതിന് പവറുണ്ടാവും. യേശുനാമത്തിൽ എന്നെ ദ്രോഹിച്ച എൻ്റെ സഹോദരനോട് ഞാൻ ക്ഷമിക്കുമ്പോൾ, യേശുനാമത്തിൽ അയൽവാസിയോട് ഞാൻ ക്ഷമിക്കുമ്പോൾ, എൻ്റെ അതിരുകല്ല് തോണ്ടിയവനോട് ഞാൻ ക്ഷമിക്കുമ്പോൾ, അവിടെ നിൻ്റെ വീടിൻ്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും. പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ എന്ന പോലെ അത്യുന്നതൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി നിന്റെ തല മുതൽ കാൽപാദങ്ങൾ വരെ വരുമ്പോൾ നിന്റെ ശരീരത്തിലോ നിന്റെ കുടുംബത്തിലോ ഒരു സാത്താനും പ്രബലപ്പെടില്ല. പറഞ്ഞേ ആമേൻ. പറഞ്ഞേ ആമേൻ. അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വചനപ്രഘോഷകന്റെ വചനപ്രഘോഷണത്തിൽ പറഞ്ഞ ഈ തിന്മകൾ കടന്നു വരാൻ കാരണം തെറ്റായ ബോധ്യങ്ങൾ, വിശ്വാസത്തിനെതിരായ തെറ്റായ ബോധ്യങ്ങൾ, അതുമൂലം പല സെക്റ്റുകളുടെ അടുത്തൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കല്, പല വിധത്തിലുള്ള നമ്മളെ ആകർഷിക്കുന്ന പല വിധത്തിലുള്ള സെക്റ്റുകൾ ഇന്നുണ്ട്. അവയുടെ മേൽ ആ തെറ്റായ ബോധ്യങ്ങൾ ചെല്ലുമ്പോൾ അവൻ്റെ സ്വത്ത് നഷ്ടപ്പെടുന്നു, അവൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു, അവന് ജനിക്കുന്ന കുഞ്ഞ് ചാപ്പിള്ളയായിട്ട് മാറുന്നു. എൻ്റെ ഈശോയെ, ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റായ ബോധ്യങ്ങളിൽ നിന്ന്, വിശ്വാസത്തിനെതിരായ ബോധ്യങ്ങളിൽ നിന്ന്, ദൈവദൂഷണത്തിന് കാരണമാകുന്ന ബോധ്യങ്ങളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഡെലിവറൻസ് തേടണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പിശാചുക്കളെ, തിന്മകളെ, രോഗങ്ങളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ സുവിശേഷങ്ങളിൽ, അപ്പോസ്തല പ്രവർത്തനങ്ങളിലുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ദൈവശാസ്ത്രം എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്ന് പറഞ്ഞേ, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയതിനാൽ എഫേസൂസ് 6:11 നമ്മളെ പഠിപ്പിക്കുകയാണ്, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രൈസ് ദ ലോർഡ്. ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്റെ കർത്താവേ, പ്രധാനപ്പെട്ട ആയുധങ്ങൾ പെട്ടെന്ന് പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കുക. ഒന്നാമത്തെ ആയുധം വേറെ ഒരു പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയോളം ശക്തമായ ഒരു രോഗശാന്തി ശുശ്രൂഷ, ഒരു ഡെലിവറൻസിന്റെ ശുശ്രൂഷ കത്തോലിക്ക സഭയുടെ കൈവശം ഇല്ല. പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ, പറഞ്ഞേ ആമേൻ. കുടുംബത്തിൽ എന്ത് അസ്വസ്ഥതയാണെങ്കിലും എൻ്റെ മക്കളെ പരിശുദ്ധ കുർബാനയിൽ അഭയം തേടിക്കോ. ഇൻ ദ ബ്ലെസ്സഡ് സാക്രമെന്റ് ജീസസ് is really present in the blessed sacrament. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളിയിരിക്കുന്നു. പിന്നെ നീ വേറെ ആരുടെ അടുത്ത് പോകണം? ആരുടെ അടുത്തും പോകണ്ട. മന്ത്രവാദങ്ങളോ കൂടോത്രങ്ങളോ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അങ്ങോട്ടൊന്നും പോകണ്ട. ഈശോ പരിശുദ്ധ കുർബാനയിൽ അഭയം തേടാം. ഏറ്റവും വലിയ ആയുധം. രണ്ടാമത്തതാണ് ദൈവവചനം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നിരന്തരം നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവവചനത്തെ അങ്ങോട്ട് മുറുകെ പിടിച്ചാലുണ്ടല്ലോ. ഗബ്രിയേൽ ആമൂട്ടച്ചൻ എന്ന പ്രശസ്തനായ ഭൂതോച്ചാടകൻ, അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് കുറച്ച് നാൾ ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വചനങ്ങളുണ്ട്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ആകാശത്തിനും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല ശക്തികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നു. ആ അത്ഭുതമാണ് നമ്മുടെ വീട്ടിൽ നടക്കേണ്ടത്. അതുകൊണ്ടാണ് വചനം ഉറക്കെ വായിച്ചു. എന്ത് നിരാശ വന്നാൽ, ഭയം വന്നാൽ, പക്ഷേ നിരന്തരം വചനത്തെ അങ്ങോട്ട് മുറുകെ പിടിച്ചോ.
എൻ്റെ ഈശോയെ, കാരണം വേർഡ് ഓഫ് ഗോഡ് ഈസ് ജീസസ്. ഈ വചനം നിരന്തരം വായിക്കുന്ന വീട്ടിൽ ആരാ വചനം? ഈശോയാണ് അവിടെ അഭിഷേകം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അവിടെ ഒരു സാത്താനും, ഒരു തിന്മയും, ഒരു നിഴലും, ഒരു മുള്ളും, ഒരു ഇരുട്ടും അവിടെ പ്രബലപ്പെടില്ല. പറഞ്ഞ ഹല്ലേലൂയ. അടുത്തത് വിശുദ്ധ കുരിശ്, ക്രൂശിത രൂപം. നമ്മൾ വരയ്ക്കില്ലേ? വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ, ഒന്ന് വരച്ച എല്ലാവരും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ അത്ഭുതകരമായ പവർ അതിന്. ഒരിക്കൽ കൂടെ വരച്ച മക്കളെ, വിശുദ്ധ കുരിശിന്റെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ വരച്ച്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പവർ. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങൾ കിടക്കുമ്പോൾ തലയുടെ മുകളിലും ഇടതുവശത്തും വലതുവശത്തൊക്കെ കുരിശ് വരയ്ക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ഉറക്കത്തിൽ ഞെട്ടലുണ്ടാവില്ല, ദുസ്വപ്നങ്ങൾ ഉണ്ടാവില്ല, വിട്ടുമാറാത്ത കരച്ചിലുണ്ടാവില്ല. നമ്മുടെ പഴയ അമ്മമാരുടെ ആയുധം ഈശോയെ എടുത്തങ്ങോട്ട് ഉപയോഗിക്കണം. ഏത് മേഖലയിൽ പോയാലും ഇൻ ദ നെയിം ഓഫ് ജീസസ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ തിന്മ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ, ഈ കൃഷിനാശം വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ, ഈ ബാധ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. മറ്റൊരു ആയുധമാണ് പരിശുദ്ധ മറിയം. ഞാൻ വരുന്നത് പള്ളിക്കുന്നിലെ ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ നിന്നാ. എൻ്റെ കർത്താവേ, പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടി കഴിഞ്ഞാൽ, കാരണം എന്താ? അവളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ച? അവൾ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവ കൃപ നഷ്ടപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തില് ഒരിക്കലും ദൈവകൃപ നഷ്ടപ്പെടുത്തിയില്ല. രണ്ടാമത്തെ പ്രത്യേകത, പരിശുദ്ധ അമ്മ പറഞ്ഞ പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ ഒരിക്കലും സാത്താന് ഇടം കൊടുത്തില്ല. മൂന്നാമത്തെ പ്രത്യേകത കൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞ പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിന്റെ പുത്രി, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, യേശുവിന്റെ അമ്മ എന്ന് പറഞ്ഞ ആ ത്രിത്വിക ദൈവമായിട്ട് അവൾക്കുള്ള ബന്ധം ഒരു ഹൃദയ ബന്ധമാ. എൻ്റെ കർത്താവ്, ആ ഒരു അഭിഷേകം മതി. കാനായിലെ കല്യാണ വീട്ടിലെ കുടുംബത്തിൻ്റെ മേൽ ബന്ധനമുണ്ട് എന്നറിഞ്ഞപ്പോൾ അവൾ ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വന്നു. പറഞ്ഞേ ആവേ മരിയ, പറഞ്ഞേ ആവേ മരിയ, ആവേ 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 മരിയ, ജീസസ് ആവേ 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 മരിയ. അപ്പം മാതാവിൻ്റെ അടുത്ത് അഭയം തേടുക, മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിക്കുക. ആ സ്വർഗത്തിൻ്റെ അമ്മ, ആ ഉഷകാല നക്ഷത്രം, അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ ഫോർട്ട് പറഞ്ഞത്, ഞാൻ എൻ്റെ ഹൃദയ രക്തം കൊണ്ട് നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മേ, എൻ്റെ അമ്മേ എന്ന് വിളിച്ച് പരിശുദ്ധ മറിയത്തെ മുറുകെ പിടിച്ചോ. ഒരിക്കലും നിങ്ങൾ നശിക്കപ്പെടുകയില്ല. കാരണം പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്, സ്വർഗത്തിൻ്റെ അമ്മയാണ്, ഉഷകാല നക്ഷത്രമാണ്. വിശുദ്ധ ജോൺ മരിയ മോൺഫോർട്ട് പറഞ്ഞ ഞാൻ പറയാം, ഞാൻ എൻ്റെ ബ്ലഡ് കൊണ്ട്, ഞാൻ എൻ്റെ ജീവൻ കൊണ്ട് നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടിക്കഴിഞ്ഞാൽ ഒരു തിന്മയും പ്രബലപ്പെടില്ല. ഞാനിത് അനുഭവിക്കുന്ന ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. അപ്പൊ ഈ ആയുധങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ എല്ലാവരുടെ മേൽ ഇറങ്ങി വരും. ഒന്ന് എഴുന്നേറ്റിന്നോ മക്കളെ, എഴുന്നേറ്റിന്ന് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അച്ഛൻ്റെ വചനപ്രഘോഷം അവസാനിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ആരാധനയിലേക്കൊക്കെ ഒരുങ്ങാൻ വേണ്ടി പോകുക. നന്നായിട്ട് എല്ലാവരും, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, അതിൻ്റെ അതിരുകൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ യാത്രകളെല്ലാം കർത്താവായ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എന്നിട്ടൊന്ന് സ്തുതിച്ച് അച്ഛനോടൊപ്പം ഓച്ചത്തിൽ സ്തുതിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനങ്ങളിലുള്ള എല്ലാ മക്കളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
കർത്താവ് യേശുവിന്റെ അധികാരമുള്ള നാമം കാച്ച വിയാദ ലോറോ le forze del male ariendele distruggere perché questo popolo possono stare bene e operare bene. Caccia via da loro i malfaci, le stregonerie, la magia nera, la messa nera, le fatture, le legature, la maledizione, il maloschio, l'infestazione diabolica, l'ossessione diabolica, la possessione diabolica, tutto ciò che è male studiando എല്ലാ തിന്മകളെ അച്ഛൻ ബന്ധിക്കുകയാണ്. tutti questi male nell'inferno, എല്ലാ തിന്മകളും കത്തിച്ചാമ്പലാകട്ടെ യേശുനാമത്തിന്റെ ശക്തിയാൽ. brucia tutti questi male nell'inferno perché non abbiano mai più toccare voi e nessun altro creatura del mondo. ordino e comando con la forza di Dio onnipotente. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക സഭ എനിക്ക് ദാനമായി നൽകിയ എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ ഈ ദൈവജനത്തെ ബാധിച്ച സകല തിന്മകൾ യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ട് കത്തോലിക്ക സഭയുടെ ശക്തി കൊണ്ട് സകലവിധ ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. അത്ഭുതകരമായ ഡെലിവറൻസ് ലഭിക്കട്ടെ. എല്ലാ തിന്മകളും ഇപ്പോൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ആസക്തികളുടെ, ജഡികാസക്തികളുടെ എല്ലാ മേഖലകളും കർത്താവ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. കൃപയൊഴുകട്ടെ ദൈവകൃപ, കൃപയൊഴുകട്ടെ ഹല്ലേലൂയ, ദൈവകൃപ, ഈശോ, കൃപയൊഴുകട്ടെ ദൈവകൃപ, ഹല്ലേലൂയ, കൃപയൊഴുകട്ടെ യേശുനാമത്തിന്റെ ശക്തി, ദൈവകൃപ, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തി, അഭിഷേകമൊഴുകട്ടെ ദൈവവചനത്തിന്റെ ശക്തി, ദൈവത്തിൻ അഭിഷേകം, കത്തോലിക്ക സഭയുടെ അധികാരം, അഭിഷേകമൊഴുകട്ടെ പരിശുദ്ധ കുർബാനയുടെ ശക്തി, ദൈവത്തിൻ അഭിഷേകം. ആമേൻ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഈശോയെ ആരാധന. യേശുവേ ആരാധന.